ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. കൂടാരമാകും ഭൗമിക ഭവനം അഴിഞ്ഞുപോയി എന്നാലും, കൂടാരമാകും ഭൗമിക ഭവനം അഴിഞ്ഞുപോയി എന്നാലും, കൈപ്പണിയല്ലാത്തതാം നിത്യഭവനം നാഥൻ ഒരുക്കുന്നുണ്ടല്ലോ. കൈപ്പണിയല്ലാത്തതാം നിത്യഭവനം നാഥൻ ഒരുക്കുന്നുണ്ടല്ലോ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ഹേ മരണമേ നിൻ ജയമെവിടെ, പാതാളമേ വിഷമുള്ളെവിടെ. ശത്രുവിൻ കോട്ടകളെ തകർക്കുമവൻ എന്നോട് സൈന്യാധിപൻ. 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 ത്രിയേക ദൈവത്തിന് സ്തുതി. അവിടുത്തെ പൊന്നുനാമം മാത്രം മഹത്വപ്പെടാനിട വരട്ടെ. ഒരിക്കൽ കൂടി ജീവനുള്ളതും ജീവിപ്പിക്കുന്നതുമായ ആശ്വാസം തരുന്നതായ തിരുവചനത്തിന് മുമ്പാകെയായിരിക്കാൻ കരുണയുള്ള കർത്താവ് നമുക്ക് ഭാഗ്യം തന്നല്ലോ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്കൊരു വാക്യം വായിക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വാക്യം. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. 21-ാം വാക്യം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. എത്ര പ്രത്യാശയുള്ള ആശ്വാസം തരുന്ന വചനമാണ് പ്രിയരേത്. പിശാച് അവകാശം പറയുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. സകലവും അവൻ്റെ അധീനതയിൽ കിടക്കുന്നു എന്ന് 1 യോഹന്നാൻ 5:19 നാം കാണുന്നു. സകലവും അവൻ്റെ അധീനതയിൽ കിടക്കുന്നു. നമുക്കിവിടെ കേടുണ്ട്, കെടുതിയുണ്ട്, രോഗമുണ്ട്, വേദനയുണ്ട്, വിയോഗമുണ്ട്, സങ്കടങ്ങളുണ്ട്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ ബുദ്ധിമുട്ടായ പല അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് വരാം. പക്ഷേ നാം ആരാണ് പ്രിയരെ? നാം ഓരോരുത്തരും ചിന്തിക്കുക. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക. നാം ആരാണ്? നാം സ്വർഗീയ പൗരന്മാരാണ്. നാം സ്വർഗത്തിൻ്റെ അവകാശികളാണ്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് ഒരു നാൾ രൂപാന്തരപ്പെടുത്താൻ അവിടുന്ന് വരുന്ന സമയം നാം നോക്കി പാർക്കുന്നവരാണ്. അതിനായി കാത്തിരിക്കുന്നവരാണ്. നാം ദൈവരാജ്യത്തിൻ്റെ അവകാശികളാണ്. ആരാണ് പ്രിയരെ നമ്മുടെ രാജാവ്? രാജാവായി പിറന്നവൻ ഒരേ ഒരാൾ മാത്രം. അന്ന് കർത്താവിൻ്റെ ജന്മത്തോടനുബന്ധിച്ച് കിഴക്ക് നിന്ന വിദ്വാൻമാർ ബേത്ലഹേമിലേക്ക് ചെന്നു. അവർ അന്വേഷിച്ചു, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രാജാവായി പിറന്നവൻ ഒരേ ഒരാൾ. അവിടുന്ന് തൻ്റെ പ്രജകളെ സംരക്ഷണ ചെയ്യുന്നവനാണ്. പ്രജകളുടെ നന്മ മാത്രം കൊതിക്കുന്നവനാണ്. അവിടുന്ന് ആരാണ്? നമ്മെ ജീവന് തുല്യം സ്നേഹിച്ചവനാണ്, സ്നേഹിക്കുന്നവനാണ്. തൻ്റെ ജീവൻ മറുവിലയായി കൊടുത്ത് പിശാചിൻ്റെ കയ്യിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തതാണ്. തൻ്റെ അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് നമ്മളെ വീണ്ടെടുത്തതാണ്.
ആ രക്തത്തിൻ്റെ വീണ്ടെടുപ്പ് വിലയാണ് പ്രിയപ്പെട്ടവരെ നാം ഓരോരുത്തരും. ആരാണ് നമ്മുടെ രാജാവ്? അവൻ നമ്മുടെ കർത്താവാണ്, രാജാതി രാജാവാണ്. നാം ആരാണ്? അവിടുത്തെ പ്രജകളാണ്, ശരി. പക്ഷേ നമുക്കൊരധികാരം അവൻ തന്നിട്ടുണ്ട്. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. നാം പ്രജകളാണ്, ദൈവമക്കളാണ്. മാത്രമോ, റോമർക്കെഴുതിയ ലേഖനം 8:17 നാം വായിക്കുന്നു, നാം ദൈവത്തിൻ്റെ അവകാശികളും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ്. അവിടുന്ന് നമ്മുടെ മൂത്ത സഹോദരനാണ്, നാം അവിടുത്തെ ഇളയ സഹോദരന്മാരാണ്. മാത്രമോ, 2 കൊരിന്ത്യർ 11:2 പറയുന്നത് പോലെ നാം ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടവരാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന് വിവാഹനിശ്ചയം ചെയ്യപ്പെട്ട കന്യകമാരാണ് നാം. ഒരു നാൾ അവിടുത്തെ വലത്തുഭാഗത്ത് ഓഫീർ തങ്കമണിഞ്ഞ് അവിടുത്തെ രാജ്ഞിയായി, അവിടുത്തെ പ്രിയതമയായി, പ്രിയയായി അവനോടുകൂടെ വാഴേണ്ടവരാണ് നാമും. അറിയുക, ഇന്നത്തെ നമ്മുടെ കഷ്ടങ്ങൾ, ഇന്നത്തെ നമ്മുടെ നഷ്ടങ്ങൾ, ഇന്നത്തെ നമ്മുടെ വിയോഗങ്ങൾ എല്ലാം താൽക്കാലികം പ്രിയപ്പെട്ടവരെ. ആ വരുവാനുള്ള രാജ്യം ഓർത്താൽ അതിനുവേണ്ടി കാത്തിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവിടെ നിന്ന് വരുമെന്ന് നാം കാത്തിരിക്കുന്നു. നാം വിശ്വാസ പ്രമാണത്തിൽ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടല്ലോ. എന്താണ്? കർത്താവേ, നിൻ്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിൻ്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുകയും ചെയ്യുന്നു. ആരെങ്കിലും അത് ഹൃദയം കൊണ്ടാണോ പറയുന്നത്? നാം എത്രയോ പ്രാവശ്യം നമ്മുടെ നാവിൻ തുമ്പിൽ വന്നിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നാം നോക്കി പാർക്കുന്നവരാണോ? അവിടുന്ന് തൻ്റെ ഒടുവിലത്തെ പ്രസംഗത്തിൽ, വിടവാങ്ങൽ പ്രസംഗമാണ്, ശിഷ്യന്മാർ എല്ലാവരും പരിഭ്രാന്തരാണ്. കാരണം 12 ശിഷ്യന്മാരെ കർത്താവ് തിരഞ്ഞെടുത്തതാണ്. പക്ഷേ യൂദസ്കറിയോത്ത ഒറ്റുകാരനായി സാത്താൻ അവനിൽ കടന്നു, അവരെ വിട്ടുപോയി. ഞെട്ടിക്കുന്ന കാര്യമില്ലേ? വീണ്ടും നേതാവായിട്ട് കൂടെ നടന്ന പത്രോസ് അപ്പോസ്തലൻ കർത്താവിനോട് പറഞ്ഞതാണ്, കർത്താവേ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു. പക്ഷേ കർത്താവ് ഒരു മുന്നറിയിപ്പ് കൊടുക്കുന്നു, ഇന്ന് 3 പ്രാവശ്യം നീ തള്ളിപ്പറയും വരെ കോഴി കൂവുകയില്ല. എല്ലാവരും തളർന്നു പോയില്ലേ? കർത്താവ് പറഞ്ഞാൽ അതുപോലെ തന്നെ. പിന്നെ എന്താ, അവൻ്റെ അവസാന നാളുകൾ അടുത്തിരിക്കുന്നുവെന്ന് അവർക്ക് തോന്നലുണ്ടായി. പല പ്രാവശ്യം കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും അവർക്കതൊന്നും ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ സംഭവിക്കും. അവരാകെ ആകുല മനസ്കരാണ്. ആ സിഹിയോൻ മാളികയിൽ കർത്താവായ യേശുക്രിസ്തു അവരുടെ കാലൊക്കെ കഴുകി. അത് കഴിഞ്ഞ് തൻ്റെ ശിഷ്യന്മാരുടെ മനോഗതം അറിയുന്ന കർത്താവ് ആ 11 പേരെ ചേർത്തിരുത്തി പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അത് യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം, 15-ാം അധ്യായം, 16-ാം അധ്യായം, ഈ 3 അധ്യായങ്ങളാണ് തൻ്റെ അവസാനത്തെ വിടവാങ്ങൽ പ്രസംഗം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ലെറ്റ് നോട്ട് യുവർ ഹാർട്ട് ബി ട്രബിൾഡ്. ഒരിക്കലും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഐ വിൽ കം അഗെയിൻ. കർത്താവ് പറയുകയാണ് തൻ്റെ ശിഷ്യന്മാരോട്, മക്കളെ, കുറച്ചു കാലത്തേക്ക് നിങ്ങൾക്ക് ഈ മരുഭൂമിയിൽ പ്രയാസങ്ങളും കഷ്ടങ്ങളും എല്ലാം ഉണ്ടാകും. പക്ഷേ ഒരു നാൾ ഞാൻ രാജാതി രാജാവായി, കർത്താതി കർത്താവായി വരും. നിങ്ങൾക്ക് പിതാവിൻ്റെ ഭവനത്തിൽ വാസസ്ഥലം ഒരുക്കിയിട്ട് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് നിങ്ങളെ ചേർത്തുകൊള്ളും. എത്ര ആശ്വാസപ്രദമായ വാക്കുകൾ പ്രിയപ്പെട്ടവരെ. കർത്താവിൻ്റെ വരവ് സമാഗതമായി, ആസന്നമായി. ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടും നമ്മളിപ്പോൾ ഏപ്രിലെടുത്ത് നോക്കിയാൽ കാണുന്ന കാഴ്ചകൾ എല്ലാം കർത്താവ് മുന്നറിയിപ്പോടെ പറഞ്ഞതാണ്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമെന്ന്, ആകാശത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുമെന്ന്,
സൂര്യനും ചന്ദ്രനും നക്ഷത്രത്തിലും അടയാളങ്ങളുണ്ടാകും. അന്ന് ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമമുണ്ടാകും. ഇതെല്ലാം ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം കാണുകയാണ്. അത് ഒലിവുമലയിലെ പ്രഭാഷണത്തിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതാണ്. വീണ്ടും പറഞ്ഞു, അന്ന് ജാതികൾക്ക്, ഈ ലോകത്തിലെ ജനം പരിഭ്രാന്തരാകും, നിരാശയോടുകൂടിയ പരിഭ്രമം അവർക്കുണ്ടാകും. അപ്പോഴോ തൻ്റെ ജനങ്ങൾ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, അവരുടെ വീണ്ടെടുപ്പ് നാൾ അടുത്തതുകൊണ്ട് തലപൊക്കുവീനെന്നാണ് പറയുന്നത്. പ്രത്യാശയോടെ സന്തോഷത്തോടെ തൻ്റെ ജനം മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഒരു വീണ്ടും ജന്മത്തിൻ്റെ അനുഭവത്തിൽ പുതിയ സൃഷ്ടിയായി ജീവിക്കുന്നവർ സന്തോഷിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഭയമാണോ തോന്നുന്നത്? അതെയോ സന്തോഷമാണോ തോന്നുന്നത്? അതോ നിങ്ങളുടെ സന്തോഷത്തിലൊരു ത്രില്ലാണോ? നിങ്ങൾക്ക് അങ്ങ് ഈ കർത്താവായ യേശുക്രിസ്തു വരും, എൻ്റെ പ്രാണപ്രിയൻ എന്നെ ചേർക്കുവാൻ വരും, എൻ്റെ ഇന്നത്തെ ശരീരം ബലഹീനമാണ്, അത് രോഗാതുരമാണ്, വേദനയുള്ളതാണ്, ഇതെല്ലാം മാറ്റി എൻ്റെ കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോടങ്ങ് അനുരൂപമാക്കി പുതിയ ശരീരം തന്ന് രൂപാന്തരം പ്രാപിച്ച് എനിക്കും പറന്നു പൊങ്ങാനുള്ള സമയമായി. നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷമാണോ അതെയോ ഒരു ഭയമാണോ വരുന്നത്? നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കുകയും പ്രിയപ്പെട്ടവരെ, ഭയമാണ് വരുന്നതെങ്കിൽ ചിന്തിക്കുക, എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന്. പിശാച് അലറുന്ന സിംഹം പോലെ 1 പത്രോസ് 5:8 നാം വായിക്കുന്നു, നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. പിശാച് അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ചുറ്റിത്തിരിഞ്ഞു നടക്കുന്നു. അവൻ്റെ വലയിൽ വീഴാൻ നാം ഒരു നാളും സമ്മതിക്കരുത്. അവൻ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും വന്നവനാണ്. അവൻ നമ്മുടെ വിശുദ്ധി, നാം ഒരിക്കൽ കർത്താവിനോട് സമർപ്പണം പറഞ്ഞതല്ലേ, ഇനി ഞാൻ ഒരു പാപം വരാതെ ജീവിച്ചോളാം, വിശുദ്ധിയോടെ ജീവിച്ചോളാം. എൻ്റെ കർത്താവേ, ഒരു വ്യക്തിക്ക് എന്തുമാത്രം എൻ്റെ യേശുവിനെ സ്നേഹിക്കാമോ, എന്തുമാത്രം വിശുദ്ധി പ്രാപിക്കാമോ, അത്രയ്ക്ക് എനിക്ക് വിശുദ്ധി പ്രാപിക്കണം. ഇതെല്ലാം നാം കർത്താവിനോട് പറഞ്ഞിട്ടുള്ളതല്ലേ. പക്ഷേ നമ്മുടെ വിശുദ്ധിയെ മോഷ്ടിപ്പാൻ, ആ സ്നേഹത്തെ അറുത്ത് കളയുവാൻ, നമ്മളെ മുടിപ്പാൻ പിശാചിത വരുന്നു പ്രിയപ്പെട്ടവരെ. പക്ഷേ നാം ആരാണെന്ന് നാം ഓർക്കുക. നാം തിരുരക്തത്തിൻ്റെ തണലിലാണോ ഇരിക്കുന്നത്? ആ ചിറകടിയിൽ നാം എപ്പോഴും മറഞ്ഞാണോ? പിശാച് ഊളിയിട്ട് നോക്കിയാൽ പോലും നമ്മെ കാണാതെ വണ്ണം ആ തിരുരക്ത കോട്ടയിൽ, ആ മാറിടത്തിൽ നമ്മൾ ഒളിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക. നമ്മുടെ അവസ്ഥ എന്ത്? കർത്താവ് വരാറായി. പ്രിയപ്പെട്ടവരെ, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. ആ വാക്യത്തിൽ ഒരു വലിയ മുന്നറിയിപ്പാണ് പറയുന്നത്. വലിയ മുന്നറിയിപ്പ് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. ആ ദിവസം കർത്താവിൻ്റെ വരവ് പെട്ടെന്ന് കെണി പോലെ വരാതിരിപ്പാൻ. അപ്പം അങ്ങനൊരു സാധ്യതയുണ്ട്. കെണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവീൻ. നമുക്ക് ആർക്കും അത് ഭവിക്കരുത് പ്രിയപ്പെട്ടവരെ. കാരണം അതിഭക്ഷണത്താൽ സുഖലോലുപരായ ഭക്ഷണം മിക്കവാറും കുടുംബങ്ങളിൽ നാം കാണുന്നു. ഊണുമേശയിലാണ് ആകെ സ്വൈര്യക്കേട്, ഒരു സമാധാനക്കുറവ് വരുന്നത്. അങ്ങനെയാണോ നമ്മുടെ ഭവനങ്ങൾ? അതിഭക്ഷണം, ആ ഭക്ഷണത്തിന് വേണ്ടി ജീവിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്ന പോലെ എന്ത് ഉടുക്കും, എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്ത് തിന്നുമെന്ന് ജീവനായിക്കൊണ്ടും എന്ത് ഉടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടുന്ന മനുഷ്യൻ. പക്ഷേ കർത്താവ് പറയുന്നു, കർത്താവിൻ്റെ ആദ്യത്തെ പർവ്വതപ്രസംഗത്തിലാണ് പറയുന്നത്, ഒന്നു മതി, എന്താണ്? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമെന്ന് സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുടി നാരിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിൽ ഒന്ന് താഴെ വീണു പോയാൽ പിതാവ് അറിയാതെ താഴെ വീണു പോകുകയില്ല എന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കയ്യിൽ നിന്നും നിങ്ങളെ പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. കർത്താവ് വെല്ലുവിളിച്ചു ശത്രുവിനെ നോക്കി. ഞാൻ നല്ല ഇടയൻ, എൻ്റെ ആടുകളെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. നാം ആരാണ് പ്രിയപ്പെട്ടവരെ? പക്ഷേ നമ്മുടെ ഈ സ്വഭാവത്തിൻ്റെ വൈകല്യ നിമിത്തം, നമ്മുടെ പാപപ്രകൃതിയുള്ള സ്വഭാവ നിമിത്തം, അതിഭക്ഷണത്താലും
മദ്യപാനത്താലും. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഈ വചനം കേൾക്കുന്നവർ മദ്യപാനത്തിൻ്റെ ആദിയാൽ വലയുന്നവരുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഉപേക്ഷിക്കുക. നമ്മുടെ കർത്താവ് വരാറായി. മദ്യപാനത്താലും ഈ ലോകത്തിൻ്റെ പല കെട്ടുകൾ, നമ്മുടെ ഭാവിയെപ്പറ്റിയുള്ള ചിന്തകളായിരിക്കാം, ലോകത്തിൻ്റെ കാഴ്ചപ്പാടോടെ മറ്റുള്ളവർ നടക്കുന്നത് പോലെ എനിക്കും നടക്കണമെന്നുള്ള കൊതിയായിരിക്കാം. പക്ഷേ ഇതെല്ലാം വന്ന് തൻ്റെ പ്രിയ മക്കൾക്ക്, കർത്താവിന് വേണ്ടി നോക്കിപ്പാർക്കുന്ന മക്കൾക്ക് കെണിയായി വരരുത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും 36-ാം വാക്യത്തിൽ നാം കാണുന്ന എന്താണ്? ആകയാൽ ഇവ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാനും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽപ്പാനും നിങ്ങൾ പ്രാപ്തരാകേണ്ടതിന് സദാസമയവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. സദാസമയവും ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിപ്പീൻ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ആ പുതിയ ശരീരം പ്രാപിച്ചുകൊണ്ട് വിശുദ്ധന്മാരുടെ നിരയിൽ നിൽക്കേണ്ടവരാണ് പ്രിയപ്പെട്ടവരെ. ആ മധ്യാകാശത്തിലെ മഹൽ സമ്മേളനത്തിൽ നമുക്ക് ഓരോരുത്തർക്കും കർത്താവിൻ്റെ മുന്നിൽ നിന്ന് അവനെ ആരാധിക്കേണ്ടതാണ്. കർത്താവിനെ ആ മുഖാമുഖം ഒന്ന് കാണേണ്ടതാണ്. നമുക്ക് വേണ്ടി തറയ്ക്കപ്പെട്ട് തുളയ്ക്കപ്പെട്ട് പുറം ഒഴിവുചാൽ പോലെ കീറപ്പെട്ട് മുഖം വിരൂപമാക്കപ്പെട്ട് കാണുന്നവർ മുഖം മറയ്ക്കത്തക്കവണ്ണം അതിവിരൂപമായി തീർന്ന് നമ്മുടെ അതിക്രമങ്ങളൊക്കെയും അവിടുന്ന് വഹിച്ചു. നമ്മുടെ ശാപത്തിൻ്റെ ശിക്ഷ, പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ അവിടുന്ന് ഏറ്റെടുത്തു. അവിടുന്ന് അതിവിരൂപനായി തീർന്നു. ആയിരങ്ങളിലും പതിനായിരങ്ങളിലും അതിസുന്ദരനായ നമ്മുടെ പ്രാണപ്രിയനായ യേശു ആ കാൽവരി ക്രൂശിലേക്ക് ഒന്ന് നോക്കുവിൻ പ്രിയപ്പെട്ടവരെ. നമുക്ക് വേണ്ടി തൂങ്ങിക്കിടക്കുന്ന അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് മുൾമുടിയേന്തി 3 ആണികളിൽ മേൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ ഒന്ന് നോക്കുവിൻ പ്രിയപ്പെട്ടവരെ. ഉണർന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. എഫേസ്യർക്കെഴുതിയ ലേഖനം 6:10 മുതലുള്ള വാക്യത്തിലും പറയുന്നു, നിങ്ങൾക്ക് പോരാട്ടമുണ്ട്. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടുമാണ്. അതുകൊണ്ട് ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളുവീൻ. ഓർക്കുക, നാം ഒരു പടക്കളത്തിലാണ്. ഒരു പടക്കളത്തിൽ നിൽക്കുന്നവർ, ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുന്നവർ ഉറങ്ങിയാലോ, അല്ല അലസരായി നിന്നാലോ എന്താണ് ഭവിക്കുന്നത്? പിശാചിൻ്റെ ഒളിയമ്പേൽക്കും, പിശാചിൻ്റെ അമ്പെയ്ത് നാം തറപറ്റും. അതാണ് കർത്താവ് പറയുന്നത്, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പീൻ. ഉണരുക. വെളിപ്പാട് 3-ാം അധ്യായം സർദീസ് സഭയുടെ ദൂതന് എഴുതുന്ന ഒരു വാക്യമുണ്ട്. സർദീസ് സഭയുടെ ദൂതനെ എഴുതുന്നത്, ജീവനുള്ളവൻ എന്ന നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ജീവനുള്ളവൻ എന്നാണ് പേര് പറയുന്നത്, പക്ഷേ സ്വർഗം നോക്കുമ്പോൾ മരിച്ചവനാണ്. പിന്നെ കാരണം പറയുന്നുണ്ട്, ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ സന്നിധിയിൽ നല്ലതായി കണ്ടില്ല എന്ന്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചു കേൾക്കാം പ്രിയപ്പെട്ടവരെ. സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക, ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, എങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നുകൊള്ളുക. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ഞാൻ നിന്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. മാനസാന്തരപ്പെടുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം ഉണർന്നാണോ ഇരിക്കുന്നത്? അതെയോ ഏതെങ്കിലും പാപത്തിൻ്റെ വലയിൽപ്പെട്ടാണോ ഇരിക്കുന്നത്? നമ്മുടെ ആത്മാവ് ഉണർന്നാണോ? അതെയോ നാം ജീവനുള്ളവനെന്ന പേരുണ്ടെങ്കിലും സ്വർഗം നോക്കുമ്പോൾ മയങ്ങുന്നവനായിട്ടാണോ കാണുന്നത്? നാം നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കുക പ്രിയപ്പെട്ടവരെ. നമ്മെ തന്നെ ശോധന ചെയ്യുക. നാം ആരാണ്? പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെടുക. കരുണയുള്ള കർത്താവിൻ്റെ മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചത് എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ആകയാൽ മാനസാന്തരപ്പെടുക. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുക. കരുണയുള്ള കർത്താവ് വന്നു. സുവിശേഷം ആരംഭിച്ചത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1:15 നാം വായിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു,
മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. കർത്താവ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ഈരണ്ടീരണ്ടായി പറഞ്ഞു വിട്ടു. അവരോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പറവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തല പ്രവൃത്തികളിൽ അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു നടന്നു. അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം മനുഷ്യനോട് കൽപ്പിക്കുന്നു. കർത്താവ് വരാറായി. പ്രിയപ്പെട്ടവരെ, നാം ഇങ്ങനെ ജീവിച്ചാൽ പോരാ, നമുക്ക് ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന് വേണ്ടി നമുക്ക് വേല ചെയ്യണം. ഭയത്തോടും ഭക്തിയോടും കൂടി നമുക്ക് വേല ചെയ്യണം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:4 മുതൽ ഉള്ള വാക്യങ്ങളിൽ നാം കാണുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. തടവറയിൽ കിടന്നാണ്, റോമൻ കാരാഗൃഹത്തിൽ കിടന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. എന്താണ് പറയുന്നത്? കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രിയപ്പെട്ടവരെ, എന്തുടുക്കും എന്ത് തിന്നും നാം വിചാരപ്പെടരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി പോകുന്നോ? കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? വിചാരപ്പെടരുത്. നാം നമ്മെ തന്നെ മുഴുവനായി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക. ഓരോ ദിവസവും കുഞ്ഞുങ്ങളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും, ഭാര്യയെയാണോ ഭർത്താവിനെയാണോ, കർത്താവിൻ്റെ പാദത്തിലേക്ക് വെച്ച് കൊടുക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുക, നമ്മെയും സമർപ്പിക്കുക. കർത്താവെ, ഈ ദുഷ്ടൻ്റെ അധീനതയിലുള്ള ലോകത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോകുന്നത്, ഞങ്ങളും ഇറങ്ങി നടക്കുന്നത്. കുഞ്ഞുങ്ങളെ നമ്മൾ സ്കൂളിലേക്കോ ജോലിക്കോ പറഞ്ഞു വിടുന്നു. എങ്ങോട്ടാണ് പ്രിയപ്പെട്ടവരെ പറഞ്ഞു വിടുന്നത്? ദുഷ്ടൻ്റെ അധീനതയിലുള്ള ലോകത്തിലേക്ക്, പിശാച് താണ്ഡവം ചെയ്യുന്ന ആ ഭൂമിയിലേക്ക്, ആ സ്ഥലത്തേക്കാണ് നാം നമ്മുടെ കുഞ്ഞുങ്ങളെ ഇറക്കി വിടുന്നത്. നമുക്ക് പ്രാർത്ഥിക്കണ്ടേ? തിരുരക്ത കോട്ടയിൽ കുഞ്ഞുങ്ങളെ മൂടിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കണ്ടേ? കർത്താവ് വരാറായി. പ്രിയപ്പെട്ടവരെ, അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങി. അത്തിവൃക്ഷം തളിർത്തു തുടങ്ങി. അത്തി യഹൂദനെ കാണിക്കുന്നു, ഇസ്രായേലിനെ കാണിക്കുന്നു. നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥ. അത്തിവൃക്ഷം തളിർത്തിരിക്കുന്നു. കർത്താവ് വരാറായി. കർത്താവിന് വേണ്ടി നാം ഒരുങ്ങണം. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും അറിയാതെ 44 വർഷക്കാലം ഞാൻ യാക്കോബായ സഭയിൽ ജനിച്ചു, ജീവിച്ചു, സൺഡേ സ്കൂളിൽ പഠിച്ചു, അസോസിയേഷൻ പ്രൈസ് കിട്ടി, 10ാം ക്ലാസ് പാസ്സായി. പ്രത്യേകിച്ച് ഒരു പാപത്തിലേക്കും പോയി എന്ന് പറയാനില്ല പ്രിയപ്പെട്ടവരെ. നല്ല വിദ്യാഭ്യാസം കരുണയുള്ള കർത്താവ് തന്നു. MBBS പാസ്സായി, ഗവൺമെൻറ് സർവീസിൽ ജോലി തന്നു, ഒരു നല്ല വിവാഹം തന്നു, 3 കുഞ്ഞുങ്ങളെ തന്നു. എല്ലാം തന്നപ്പോൾ ഞാൻ വിചാരിച്ചു അത് എൻ്റെ നന്മ കൊണ്ടാണെന്ന്, ഞാൻ നല്ലതായതുകൊണ്ടാണ് എനിക്കത് ലഭിച്ചതെന്ന് ഓർത്ത് പ്രിയപ്പെട്ടവരെ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ വലിയൊരു തിക്താനുഭവം, ഒരു സ്ത്രീക്കും വരരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നൊരു തിക്താനുഭവം വന്നപ്പോൾ ഞാൻ കർത്താവിൻ്റെ പൊന്നുമുഖത്തേക്ക് നോക്കി. എന്താണ് കർത്താവേ, അടിയൻ്റെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ എവിടെ തെറ്റുപറ്റി? അതിന് കൃപയാണ്. ഒരിക്കലും ചോദ്യം ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എന്തുകൊണ്ടിത് ഭവിച്ചു എന്ന് കർത്താവിനോട് ചോദ്യം ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു, ഈ വചനത്തോട് ചേരുവാൻ, സത്യവചനം ഇറങ്ങുന്നിടത്തേക്ക്, ആ ജീവൻ്റെ നീരുറവ സമൃദ്ധിയായി ഇറങ്ങി വരുന്നിടത്ത് വരാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, വചനം എന്നെ മാറ്റിമറിച്ചു. എനിക്ക് മനസ്സിലായി ഞാൻ ആരാണെന്ന്. എൻ്റെ പാപങ്ങൾ ഓരോന്നോരോന്നായി ഓരോ പ്രാവശ്യം വചനത്തിന് ചെല്ലുമ്പോൾ, ആ വചനമെന്ന കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെ ശോധന ചെയ്യാൻ, അതുവരെ പാപമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്ന ഞാൻ ഒരു മ്ലേച്ഛ പാപി എന്നറിയുവാൻ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരു നാൾ ഞാൻ ഓർക്കുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ദിവസം വചന ശുശ്രൂഷ കഴിഞ്ഞ് വീട്ടിൽ വെച്ച് രാവിലെ ഒരു 3:30 മണിക്ക് കർത്തൃസന്നിധിയിൽ ഇരുന്നു. ആ പൊന്നുപാദം എനിക്ക് വാസ്തവമായും എൻ്റെ മുന്നിൽ ആ തുളയ്ക്കപ്പെട്ട പാദം, ആ തിരുരക്തം വാർന്നൊഴുകുന്ന പാദം ആക്ഷരികമായി ഞാൻ അനുഭവിച്ചു. ആ പാദം കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പാപിയായ എന്നോട് കരുണ തോന്നണമേ. ഓരോ പാപവും ഏറ്റേറ്റു പറഞ്ഞ്, പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം പാപങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ, എല്ലാം കണ്ണാടി പോലെ കരുണയുള്ള കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. അതുവരെ ഞാൻ പാപിയല്ല എന്ന് പറഞ്ഞ് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, സ്വർഗമുണ്ടെങ്കിൽ ഞാൻ അവിടെ പോകും. ഇതൊക്കെ സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നല്ലാതെ സ്വർഗമുണ്ട്, നരകമുണ്ട്, ഒരു മരണമുണ്ട്, നിത്യതയുണ്ട്, ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ 4 എന്ന് പറഞ്ഞാണ് പഠിച്ചിരിക്കുന്നത്. എല്ലാം അറിയാമായിരുന്നു. പക്ഷേ ഈ
പാപബോധം കിട്ടാതെ നാം എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ? അതിന് ഒരേ ഒരു മാർഗം, പരിശുദ്ധാത്മാവിൻ്റെ വചനം ഇറങ്ങുന്നിടത്തേക്ക് വരിക പ്രിയപ്പെട്ടവരെ. വചനം കേൾക്കുക, വചനം ഉൾക്കൊള്ളുക, വചനത്തിന് താണിരിക്കുക, ജീവിതം കർത്താവിനായി സമർപ്പിക്കുക. കർത്താവേ, അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. വചനം ജഡമായി തീർന്ന കർത്താവായ യേശുക്രിസ്തുവേ, അവിടുത്തെ ആത്മാവെൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്ന് എന്നെ നയിക്കണമേ, നടത്തണമേ, പാലിക്കണമേ, ഭരിക്കണമേ, നിയന്ത്രിക്കണമേ. പ്രാർത്ഥിപ്പിൻ പ്രിയപ്പെട്ടവരെ. യേശുവിന് നമ്മുടെ ഹൃദയത്തിൽ ഇടം കൊടുത്താൽ അവൻ വസിക്കുന്നിടത്ത് നമുക്കും വസിക്കാൻ പറ്റും. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഇന്നു മുതൽ പുതിയൊരു ജീവിതം, ഒരു വീണ്ടും ജന്മത്തിൻ്റെ ജീവിതം, പുതിയ സൃഷ്ടിയാകുന്ന അനുഭവം നമുക്ക് പ്രാപിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ. അൻപുള്ള രക്ഷിതാവേ, കരുണയുള്ള പിതാവേ, മനസ്സലിവുള്ള തമ്പുരാനെ, ഈ വചനത്തിനായി ഞങ്ങളപ്പനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ രണ്ടാമത്തെ വരവ് ആസന്നമായിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഞങ്ങൾക്കൊരുങ്ങണം, അനേകരെ ഒരുക്കണം. പരിശുദ്ധാത്മാവാം ദൈവമേ, അതിനവിടുത്തെ കൃപാടിയങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ തന്നെ ആമീൻ.